ഇപ്രാവശ്യത്തെ വോട്ടിംഗ് അവസാനിച്ചിട്ടുണ്ട്. വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമുള്ള ഒരു വോട്ടിംഗ് തന്നെയായിരുന്നു. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ആരാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്തു പോകുന്നതെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതേപോലെ പ്രെഡിക്റ്റ് ചെയ്തു. അതേപോലത്തെ ഉള്ള ആൾ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത്. അപ്രകാരം തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും വളരെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഈ ആഴ്ചത്തെ വോട്ടിംഗ്. എന്തായാലും ഒട്ടും വഹിക്കാണ്ട് വോട്ടിങ്ങിലോട്ട് കിടക്കാം. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള ഷാനവാസാണ്. ഷാനവാസിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 80,672 വോട്ടുകൾ ഷാനവാസ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഷാനവാസ് വൻ രീതിയിലുള്ള ഒരു സേഫ് സോണിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയാം. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള ആര്യനാണ്. ആര്യൻ ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 79,510 വോട്ടുകൾ ആര്യൻ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. ആര്യന് നല്ല രീതിയിലുള്ള സേഫ് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ആര്യനും നമ്മുടെ ഷാനവാസും തമ്മിൽ ചെറിയൊരു വോട്ട് വ്യത്യാസം മാത്രമുള്ളെങ്കിൽ പോലും രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം ഇതുപോലെയാണ് ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് എല്ലാം സംഭവിച്ചിട്ടുള്ളത്. വളരെ ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ് ഓരോ സ്ഥാനങ്ങളും മാറിയിട്ടുള്ളത്. അങ്ങനെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് നൂറയാണ്. നൂറയ്ക്ക് നല്ല രീതിയിൽ അടിപതറി മൂന്നാം സ്ഥാനം വരെ പുറകോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. നൂറയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 78,940 വോട്ടുകളാണ് നൂറ് ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടത് അക്ബറാണ്. അക്ബർ ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 77,620 വോട്ടുകൾ അക്ബർ ഇതുവരെ സ്വന്തമാക്കി നേടിയെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും അക്ബറും ഒരു കണക്കിൽ നോക്കുവാണെങ്കിൽ ഡേഞ്ചർ സോണിൽ തന്നെയാണ് അക്ബറും നിൽക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 77,525 വോട്ടുകളാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും അക്ബറും അതുപോലെ തന്നെ ലക്ഷ്മിയും തമ്മിൽ ചെറിയൊരു 200 വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരിൽ ഒരാൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏറ്റവും കുറവ് വോട്ടുകൾ ഈ ആഴ്ച എടുത്തിട്ടുള്ളത് നെവിനാണ്. നെവിൻ ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 76,510 വോട്ടുകൾ മാത്രമേ നെവിന് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇനി വല്ല അത്ഭുതം അല്ലെങ്കിൽ വൻ രീതിയിലുള്ള വോട്ട് ഇനി നിർണായക സമയത്ത് ലാസ്റ്റ് വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കയറ്റം കയറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 3 വ്യക്തികളാണ് അക്ബർ, ലക്ഷ്മി, നെവിൻ. സത്യം പറഞ്ഞാൽ ഈ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഡേഞ്ചർ സോണിൽ വരേണ്ട ആളെയല്ല. പക്ഷെ ഒരു 200 വോട്ട് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ 3 പേരിൽ ഒരാളായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുക. പക്ഷേ എന്തായാലും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നെവിൻ 100% പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അഥവാ ഇപ്രാവശ്യം ദീപാവലിയൊക്കെ വരുന്നുണ്ട് തന്നെ എവിക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ രക്ഷപ്പെടാം. പക്ഷെ അങ്ങനെ വെക്കാൻ ചാൻസ് തീരെ കുറവാണ്. ഈ ശനിയാഴ്ച തന്നെ ആയിരിക്കും എവിക്ഷൻ നടക്കാൻ ചാൻസ് കൂടുതലും. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ നെവിനായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവുക. അല്ല ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അക്ബർ അല്ലെങ്കിൽ ലക്ഷ്മി ഇവർ രണ്ടുപേരിൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും. എന്തായാലും ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ച എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ രേഖപ്പെടുത്തുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കേട്ടോ. എന്തായാലും ഞാൻ ഈ ഞായറാഴ്ച എപ്പിസോഡിൻ്റെ ഷൂട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് അപ്ഡേറ്റ് കറക്റ്റ് കിട്ടുന്നതായിരിക്കും. ആര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിരുന്നത് അപ്പം തന്നെ ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത്. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.